അസ്സലാമലൈക്കും. എല്ലാവർക്കും മെയ്തം ടേസ്റ്റിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഇതൊരു 100 ഗ്രാം ചിക്കൻ വരും. ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് കൂടെ ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ചിക്കനും ബ്രെഡും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. ചെറിയ ബോളാക്കിയതിന് ശേഷം ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാം പരത്തിയെടുക്കാം. ഇപ്പം ഞാനെല്ലാം ഈ ഒരു ഷേപ്പിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചെടുക്കാം. ഇനി ഇത് ഓരോന്നെടുത്ത് ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക.